ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞ് ഏതാണ്ടൊക്കെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ച് തുടങ്ങുന്ന ആ കാലയളവിലാണ് ആംഗ്ലിക്കൻ മിഷണറിമാർ ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ എത്തുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴയിലെത്തിയ നോട്ടൺ സാഹിബാണ് ആദ്യമായി കേരളത്തിൽ എത്തുന്നത്. അദ്ദേഹം 1818 ആലപ്പുഴയിൽ ഒരു പള്ളി സ്ഥാപിച്ചു. ആ പള്ളി ക്രൈസ്റ്റ് ചർച്ച് എന്ന ദേവാലയം എന്ന പേരിൽ ഇന്നും അറിയപ്പെടുന്നു. അതിനുശേഷം ഈ ആലപ്പുഴയിൽ നിന്നും അവരുടെ പ്രവർത്തന കേന്ദ്രം കോട്ടയത്തേക്ക് മാറ്റി. ആ കോട്ടയത്ത് നിന്ന് പ്രവർത്തനം ആരംഭിച്ച അവർ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ആദിമസഭയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങളിലൊന്ന് കേരളത്തിലെ ആദിമസഭയെ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. എന്നാൽ ഈ ഉദ്ദേശം 1836 മാവേലിക്കര പടിയോല എന്ന തീരുമാനത്തിലൂടെ ആദിമസഭ നിരാകരിക്കുകയും മിഷണറിമാരുമായിട്ടുള്ള ബന്ധം വേർപെടുത്തുകയും ചെയ്തു. ഇതിന് ശേഷം മിഷണറിമാർ ഇറങ്ങിയത് ഈഴവർ, പുലയർ, പറയർ തുടങ്ങിയ അവർണർ ആയിട്ടുള്ള ജാതിക്കാരെ സഭയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതായ വേറൊരു കാര്യം കൂടിയുണ്ട്. 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലത്ത് പോലും കേരളത്തിൽ ചാതുർവർണ്ണയവും തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അതിൻ്റെ എല്ലാ ഭീകരതകളോടും കൂടെ നിലനിന്നിരുന്നുവെന്ന് നമ്മൾ ഓർക്കണം. ചില ആൾക്കാർ നമ്പൂതിരിമാരിൽ നിന്നും 64 അടി ദൂരം മാറി നിൽക്കണം. മറ്റു ചിലർക്ക് 32 അടിയാണ്. നായന്മാർ നമ്പൂതിരിമാരിൽ നിന്നും 4 അടി ദൂരം മാറി നിൽക്കണം. ഇത്ര ഭീകരമായ സ്ഥിതി ആയിരുന്നെങ്കിൽ 1836 ശേഷമുള്ള സ്ഥിതി വളരെ രൂക്ഷമായിരിക്കാനേ സാധ്യതയുള്ളൂ. അവർക്ക് അവർണ വിഭാഗക്കാർക്ക് മാറുമറയ്ക്കാൻ അവകാശമുണ്ടായിരുന്നില്ല. മുട്ടിന് താഴേക്ക് മുണ്ടുടുക്കാൻ സാധിച്ചിരുന്നില്ല. തികച്ചും അർത്ഥനഗ്നരായിട്ടാണ് സ്ത്രീകൾ പോലും നടന്നിരുന്നത്. ഈ വഴി നടക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിൽ നിന്നെല്ലാം ഒരു മോചനം അവർ ആഗ്രഹിച്ചു. നായരീഴവ സംഘടനകൾ അന്ന് വളരെ വ്യാപകമായിട്ട് നടന്നിരുന്നു. ഇതിനെപ്പറ്റിയുള്ള ചില ചിത്രങ്ങൾ നമ്മൾക്ക് പഴയ ചരിത്ര രേഖകളിൽ നിന്നും കിട്ടും. അതുപോലെ തന്നെ അയൽക്കാർ എന്ന കേശവദേവിൻ്റെ തകഴിയുടെ നോവലിൽ നിന്നും നമുക്ക് വളരെ വ്യക്തമായൊരു ചിത്രങ്ങൾ ഈ നായരീഴവ സംഘടനകളിൽ നിന്നും നമുക്ക് ലഭിക്കും. ഇങ്ങനെ നിന്നിരുന്ന സാമൂഹ്യമായ ഉച്ചനീചത്വങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ടാണ് ഈ ആൾക്കാർ CMS വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അല്ലാതെ ബുദ്ധിപരമായിട്ടോ വിശ്വാസപരമായിട്ടോ ഉള്ള യാതൊരു കാരണങ്ങൾ കൊണ്ടുമല്ല ഇവർ ഈ CMS വിശ്വാസത്തിലേക്കും ക്രിസ്ത്യാനിറ്റിയിലേക്കും കടന്നു വന്നത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത ഇവരുടെ പ്രവർത്തനങ്ങൾ കിഴക്കൻ മേഖലയിലേക്കും വ്യാപിച്ചു എന്നുള്ളതാണ്. ഇടുക്കി ജില്ലയിലേക്കും വ്യാപിച്ചു. എന്നാൽ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. റോബിൻ ജെഫ്രി എന്ന ഒരാൾ എഴുതിയ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് എന്ന പുസ്തകത്തിൽ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഹെൻറി ബേക്കർ എന്ന മിഷണറി തൻ്റെ പുത്രനായ ഹെൻറി ബേക്കർ ജൂനിയറിനോടും അതുപോലെ തന്നെ റവറൻ ജോസഫ് പീറ്റ് എന്ന് പറയുന്ന മിഷണറിയോടും പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ പുലയ വിഭാഗത്തിൽപ്പെടുന്നവരെ ഒരിക്കലും കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കരുത്, അവർ പ്രത്യേകമായൊരു എൻറ്റിറ്റിയായിട്ട് മാറും എന്ന് പറഞ്ഞു. അവർ വകവെച്ചില്ല, കൺവേർഷൻസ് തുടർന്നു. പക്ഷേ ഇന്നും ഞാൻ തുറന്നു പറയുകയാണ്, ആ വിവേചനം ഇന്നും കേരളത്തിലെ സഭയിൽ വളരെ ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവരോട് വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ മറ്റു വിഭാഗക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവരുടെ വിഭാഗക്കാരുമായിട്ട് മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ള സ്ഥിതിയുമുണ്ട്. ഇത് മറ്റ് സഭകളിലില്ല എന്നല്ല. ചങ്ങനാശ്ശേരി ആസ്ഥാനമായുള്ള
സീറോ മലബാർ സഭയിൽപ്പെട്ട ഒരാൾ തൊട്ടടുത്ത് തന്നെയുള്ള കോട്ടയം വിജയപുരം രൂപതയിൽപ്പെട്ട ഒരാളിനെ വിവാഹം കഴിക്കത്തില്ല. കാരണം വിജയപുരം രൂപതക്കാരൻ ലാറ്റിൻ ക്രിസ്ത്യാനിയും സീറോ മലബാറുകാരൻ പരമ്പരാഗത സവർണ ക്രിസ്ത്യാനിയും ആണ് എന്നുള്ളതാണ്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. സംശയമുള്ളവർക്ക് അത്യുന്നത കർദിനാൾ ആണോ ആർച്ച് ബിഷപ്പായിരുന്നോ എന്നെനിക്ക് ഓർമ്മയില്ല, വർക്കി മാർ വിധേയത്തിൽ എഴുതിയ സ്ട്രെയിറ്റ് ഫ്രം ദ ഹാർട്ട് എന്ന പുസ്തകത്തിൽ ഇതിനെ വളരെ നിശിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ പുസ്തകം റെഫർ ചെയ്യാവുന്ന. ഇത് ക്രൈസ്തവ സഭകളിൽ ആകപ്പാടെ ഇന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ ജാതി വിവേചനം നിലനിൽക്കുന്നു എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഞാൻ തുറന്നു തന്നെ പറയുകയാണ്, ജാതി വിവേചനം വളരെ ശക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും അത് ഇന്ന് വർദ്ധിച്ചു വരികയാണ് എന്ന നഗ്ന യാഥാർത്ഥ്യവും നമ്മൾക്ക് മനസ്സിലാകേണ്ടതുണ്ട്. ഉത്തര കേരളത്തിലും ഇതേ പ്രശ്നങ്ങൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, കിഴക്കൻ മലകളിലേക്ക് പ്രവർത്തനങ്ങൾ കൊണ്ടുപോയി ക്രൈസ്തവ സഭയുടെ ആശയങ്ങളിൽ ആകൃഷ്ടരായി മലയോര വിഭാഗത്തിൽപ്പെട്ടവർ ധാരാളമായി ഈ സഭയിലേക്ക് വന്നിട്ടുണ്ട്. ആ ഡയോസിസാണ് ഇന്നത്തെ ഈസ്റ്റ് കേരള ഡയോസിസ് എന്നറിയപ്പെടുന്നത്. നമ്മളിവിടെ മോശം കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ പോരാ. മിഷണറിമാർ നടത്തിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്നിപ്പോൾ അവിടെ ഒരു കോളേജ് തന്നെ, ഹെൻറി ബേക്കർ കോളേജ് തന്നെ മിഷണറിമാർ CSI സഭ നടത്തുന്നുണ്ട്. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഫലമായി അവരിൽ പലരും വളരെ ഉന്നതമായ നിലകളിലെത്തിയവരെ എനിക്കറിയാൻ പറ്റും. അത് മിഷണറിമാരുടെ തികച്ചും അവരുടെ ഒരു വിദ്യാഭ്യാസപരമായ സംഭാവനയായിട്ട് നമ്മൾ കണക്കാക്കണം. പക്ഷേ ഇവിടെ ശോഭ കെടുത്തുന്ന ഒരു സംഗതി ഉണ്ടായിട്ടുണ്ട്. 1925 ഡിസംബറിൽ ഇറങ്ങിയ കോട്ടയം ആസ്ഥാനമായിട്ടുള്ള CSIയുടെ മുഖപത്രമായ ജ്ഞാനനിക്ഷേപത്തിലൊരു വാചകമുണ്ട്. നമ്മൾ ഇവർക്ക് സ്കൂളുകൾ സ്ഥാപിച്ച് വിദ്യാഭ്യാസം കൊടുക്കുന്നത് അവരെ ഏതെങ്കിലും ജോലി നൽകി ഉദ്ധരിക്കാനല്ല, നമ്മുടെ ക്രിസ്ത്യാനിറ്റിയുടെ പതാകവാഹകരാക്കി മാറ്റാനാണെന്ന് 1925 ജ്ഞാനനിക്ഷേപത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് ശോഭ കെടുത്തുന്ന ഒരു ലേഖനമായിപ്പോയി, അല്ലെങ്കിൽ ഒരു വെളിപ്പെടുത്തലായിപ്പോയി എങ്കിലും ക്രൈസ്തവ മിഷണറിമാരും ക്രിസ്ത്യാനിറ്റിയും കേരളത്തിൽ നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തെ പ്രവർത്തനങ്ങൾ വളരെ ശ്ലാഘനീയമാണ്. സീറോ മലബാർ സഭ നടത്തുന്ന ചങ്ങനാശ്ശേരിയിലെ SB കോളേജ്, അതുപോലെ തന്നെ മലങ്കര കത്തോലിക്ക വിഭാഗം നടത്തുന്ന തിരുവനന്തപുരത്തെ മാർ ഇവാനിയസ് കോളേജ് എന്നിവ കേരളത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി മാറിയിട്ടുണ്ട്. ഇനിയും CSI സഭയുടെ മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി എന്തായാലും പോകാം. തിരുവനന്തപുരം ആസ്ഥാനമാക്കി ദക്ഷിണ കേരള ഡയോസിസ് എന്ന പേരിൽ CSI സഭയ്ക്ക് ഒരു ഡയോസിസ് ഉണ്ട്. ഈ ഡയോസിസ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിലെ ക്രൈസ്തവർക്ക് അപമാനമായിട്ട് മാറിയിരിക്കുന്നു എന്ന് തിരുവനന്തപുരം നിവാസിയായ എനിക്ക് യാതൊരു സംശയവുമില്ലാതെ പറയാൻ പറ്റും. 1800കളിൽ ഇംഗ്ലണ്ടിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ഒരു മിഷണറി ആയിരുന്നു സാമുവൽ മറ്റീർ. അദ്ദേഹം കേരളത്തിലെ അന്നത്തെ തിരുവിതാംകൂറിലെ സ്ഥിതിയെപ്പറ്റി 2 പുസ്തകങ്ങൾ രചിക്കുക പോലും ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു പള്ളിയാണ് തിരുവനന്തപുരത്തിൻ്റെ ഒരു ലാൻഡ്മാർക്കായ മറ്റീർ മെമ്മോറിയൽ ചർച്ച്, അല്ലെങ്കിൽ MM ചർച്ച്. 2 വിഭാഗങ്ങളായിട്ട് മത്സരിക്കുകയും ഒരു വിഭാഗം ഈ MM ചർച്ചിൻ്റെ ഗേറ്റ് JCB കൊണ്ട് തകർത്ത് ദൂരെ കളയുന്ന സ്ഥിതി വരെയും എത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ എന്നറിയത്തില്ല. വളരെ മോശപ്പെട്ട ഒരു ട്രാക്ക് റെക്കോർഡാണ് ആ ഡയോസിസിനുള്ളത് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. പ്രത്യേകിച്ചും കാരക്കോണം മെഡിക്കൽ കോളേജും അവർ നടത്തുന്ന സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികമായ സുതാര്യത ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും.